ഡിയേഴ്സ്, അപ്പം അതുപോലെ ഞാൻ എൻ്റെ കൃഷിസ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷ സുഖം എനിക്ക് വേറെ എങ്ങും നിന്നാൽ കിട്ടാറില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. അതായത് എനിക്ക് ഒരുപാടങ്ങ് സന്തോഷമായി. അതായത് നഷ്ടപ്പെട്ട ഒന്നിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഒരിക്കൽ ഞാൻ ഒരു വീട്ടിൽ വളർത്തുന്ന ചീരയാണ് അത് അവിടുന്ന് വാങ്ങിച്ചു. വാങ്ങിയപ്പോൾ ആ ചുമന്ന ചീരയുടെ കൂടെ ഒരു സുന്ദരി ചീര ഉണ്ടായിരുന്നു. ആ ചീരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ട് മൊത്തവും പിങ്ക് കളറും ഇല നല്ല പച്ച കളറുമാണ്. ഒറ്റ തയ്യേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ തണ്ട് ഞാൻ ഒടിച്ച് നട്ട് അതിനെ പൊന്നുപോലെ കുഞ്ഞു വാവകളെ നോക്കുന്നത് പോലെ വളർത്തിയെടുത്തു. ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ, മദർ പ്ലാന്റ്. അത് ഞാൻ വെട്ടാതെ അതിനെ വളർത്തി പൂത്ത് കായ്പ്പിച്ച് നിന്നതാണ്. കായ്ച്ച് അതിൻ്റെ അരികളെല്ലാം എടുത്ത് വെതറി അത് വീണ്ടും കിളിപ്പിച്ച് ഒരുപാട് തയ്യുമായിട്ട് നിന്നതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഒരാഴ്ച എനിക്കിവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. പക്ഷെ അത് അത് അങ്ങനെ കരിഞ്ഞ് നശിച്ചു പോയി. അത് റീപ്ലാന്റ് ചെയ്യേണ്ടതായിരുന്നു. കല്ലും പെറമായിട്ടുള്ള ഒരു മണ്ണിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ നിന്നതങ്ങ് കരിഞ്ഞു പോയി. അങ്ങനെ വളരെ വിഷമത്തോടെ നിന്നിരുന്നതാണ്. എപ്പോഴും ഞാൻ ആ സുന്ദരിയെ ഓർക്കാറുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട സുന്ദരികളെയൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉള്ള ഒരു കുഞ്ഞു വാവകളൊക്കെ നഷ്ടപ്പെടത്തില്ലേ, ആ ഒരു വിഷമമായിരുന്നു. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്ന് നോക്കിയപ്പോഴാണ് ഈ അത്ഭുതം കണ്ടത്. അതായത് അവിടെ നിന്നിരുന്ന ആ ഗ്രോ ബാഗിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ഒരു ഗ്രോ ബാഗ്, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ഞാൻ ഇന്നലെ വൈകിട്ട് നോക്കിയപ്പോൾ അത്ഭുതം, എനിക്കെന്ത് സന്തോഷമായി. ഇതാണ് ആ അത്ഭുതം. കണ്ടോ, എനിക്ക് തോന്നുന്നു ഇത് ഈ ചീരയൊക്കെ ഇങ്ങനെ വിത്തുകളൊക്കെ കാറ്റടിച്ച് അപ്പുറം ഇപ്പുറമൊക്കെ വീഴുമല്ലോ, പരാഗണങ്ങൾ നടക്കും. അപ്പോൾ അങ്ങനെ വളർന്നതാണ്. ഈ ഗ്രോ ബാഗിലേക്ക് അതൊരെണ്ണം വീണ് കിളിച്ച് നിൽക്കുവാണ്. കണ്ടോ, ഒറ്റ പ്ലാന്റേ ഉള്ളൂ. ഇത് മദർ പ്ലാന്റ് ആണ്. എങ്ങനെ കിട്ടിയിട്ടത് ഇങ്ങനെ ഇങ്ങനെ ശിഖരമായിട്ട് ഇങ്ങനെ വന്നേക്കുക. കണ്ടോ, ഇതിൻ്റെ ഭംഗി കണ്ടോ, ഭയങ്കര പിങ്ക് കളറാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്കാണെന്ന് നോക്കി. ആ പിങ്കും പിന്നെ പച്ച ഇലയും. ഇതിനെ ഞാൻ പേരിട്ടതാണ് സുന്ദരി ചീര എന്ന്. പക്ഷേ ഇതിന് യഥാർത്ഥ റിയൽ നെയിം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനെ ഞാൻ പൊന്നുപോലെ നോക്കി ഇത് വളർത്തി ഇതിൻ്റെ അരി എനിക്ക് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതാണ്, നഷ്ടപ്പെട്ട ഒന്നിനെ കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാളരിയുടെ പിടിച്ചു എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമാണ് പിടിച്ചത്, ബാക്കി ഒരുപാട് പൂത്ത് നിൽപ്പുണ്ട്. അതൊക്കെ കൊലകൊലയായിട്ട് പിടിക്കും. അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കാം. ഇതാണ് നമ്മുടെ കുറ്റിവാളരി, വളർന്ന് കയറണം. ഈ കൃഷി നമുക്ക് സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ച് തരുന്നതാണ്. ഇത് കണ്ടോ, നല്ലൊരു D*T തെങ്ങാണ്. ഇത് കണ്ടോ, പട്ടിയുടെ ശല്യമാണ്. ആ മണ്ട തന്നെ അത് ഒടിച്ച്. ഇത് കണ്ടോ, ഇതെൻ്റെ മോള് നട്ട മൾബറിയാണ്. അവൾക്ക് മരങ്ങളോ ചെടികളോ ഒന്നും വെട്ടിക്കളയുന്ന ഇഷ്ടമല്ല. അവൾ കരയും, ഭയങ്കരമായിട്ട് കരയും. അപ്പം ഞാൻ വഴക്ക് പറയും ചില സമയത്ത്, മക്കളെ മരങ്ങളത് കുറച്ച് അമിതമായിട്ട് വളരുമ്പോഴോ അല്ലെങ്കിൽ അത് ഉണങ്ങി നിൽക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് വെട്ടിക്കളയേണ്ടെന്ന് ആവശ്യമാണ്. പക്ഷേ അവൾക്കത് വെട്ടുന്ന ഇഷ്ടമല്ല. മൾബറി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ കുഞ്ഞനിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ മൾബറിയുടെ കമ്പ് അവൾ കൊച്ചു നാളിൽ കുറച്ചും കൂടെ ചെറുതിലെ അവിടുന്ന് കൊണ്ടുവന്ന് തന്നെ കുഴിച്ച് വെച്ചതാണ്. നമ്മളാരും അത് സീരിയസ് ആയിട്ട് എടുത്ത സംഭവമല്ലായിരുന്നു. പക്ഷെ അത് വളർന്ന് ഒരുപാട് കായ്ച്ചു. ഇപ്പം പിന്നെയും തളിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ വാവച്ചിയോടുള്ള വാത്സല്യമായി മൾബറിയോട്. ഞാൻ ഇപ്പോഴായിട്ട് നട്ട മാവിൽ 2 മാങ്ങ പിടിച്ചു, കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കുരുകുരാ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂത്ത് നിൽക്കുവാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടി മാവാ, ഒരുപാട് വളരാത്തതിനോ. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞ് എനിക്കറിയാൻ വയ്യ എന്തുവാണ്. ഇത് വീട്ടിൽ നിന്ന് ആദുമ്മയും ഗിരിജമ്മയും കൂടെ തയ്യാക്കി തന്ന പുളിഞ്ചിയാണ്. അപ്പോൾ ഇതിപ്പം എന്നെക്കാളും വലുതായി, ഒത്തിരി വലുതായി. അത് കായ്ക്കാനുള്ള പുറപ്പാടിലാണ്. ഇവിടെ എല്ലാം കായ്ക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നെക്കാളും മുട്ടനായി. പിന്നെ ഒരു കാര്യം, ഈ കരിമ്പ് നട്ടമേ, ഇപ്പം ഞാൻ വീണാനെ. ഈ കരിമ്പ് നട്ടതാ, അത് ബീനച്ചേച്ചി നട്ടതാ. അപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് ബീനച്ചേച്ചി കൊണ്ടുവന്ന് നട്ടതാണ്. അതും കിളിച്ചു. ആകാശദീപമെന്നും ഉണരുമിടമായോ, താരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ, മൗനരാഗമലയും പാരിളം തെന്നലേ പൊൻപരാഗമുതിരും നാമലിയും
നീരാഗണങ്ങൾ കുഞ്ഞുറങ്ങുമിടമായോ. എൻ്റെ കുഞ്ഞിനോട് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്തെന്ന് വെച്ചാൽ അടുത്ത ചക്ക സീസൺ ആകുമ്പോൾ ചക്ക തരണം. ഓക്കെ? ഇത് ചുവന്ന അഗസ്തി. ഇഷ്ടം പോലെ പിടിക്കും. നല്ല ഒരു മൂട് ചേമ്പാണിത്. എനിക്ക് ചേമ്പ് തിന്നുന്നതിനേക്കാളൊക്കെ ഇഷ്ടം ഇതിൻ്റെ ഇല കാണാനും അതിനകത്ത് വെള്ളം കോരിയെടുക്കാനൊക്കെ ഇഷ്ടം. പണ്ട് നമ്മൾ തോട്ടിൽ പോയി ഇതിനകത്ത് വെള്ളം എടുക്കുമ്പോഴേ ഐസ് കട്ട പോലെ നിൽക്കും. ഈ പറമ്പിൽ ഫുള്ള് നീളം ഈ പറമ്പിൽ ഫുള്ള് വയണയുണ്ട്. പക്ഷേ എൻ്റെ ആഗ്രഹം നമുക്ക് വയണയിലപ്പം ഉണ്ടാക്കാനൊക്കെ നമ്മുടെ ഈ തോട്ടത്തിൽ, അതായത് മനുഷ്യർ നടക്കാൻ കയറുന്ന കാടില്ലാത്തടത്ത് വയണ വേണമെന്ന് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ നട്ടുപിടിപ്പിച്ച നല്ല ഇനത്തിലുള്ള ഒരു കുഞ്ഞില്ല മസാലയ്ക്കകത്തിടുന്ന സാധനം ഇടുന്ന അങ്ങനെയുള്ളതും ഉണ്ട്. അതൊക്കെ താഴെ നിൽപ്പുണ്ട്. പക്ഷെ ഇത് വലിയ ഇല പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ കൊണ്ട് നട്ടേക്കുന്നത്. വയണയില അപ്പം കുമ്പിളപ്പം തിന്നാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്നും എടുത്ത് മണപ്പിച്ചാൽ തിന്നൊരു ഫീലാണ്. മഞ്ഞുകിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞുകിനാവിൽ ചേക്കേറാം, കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരിത്തിൽ ഒത്തിരി സ്വപ്നങ്ങൾ, പൂഞ്ചെപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ. അവിടെ എല്ലാം എനിക്ക് നടാനുള്ളതാണ്. നമ്മൾ കിണറ്റിൻ്റെ അവിടുന്ന് കൃഷിസ്ഥലം വരെ മോട്ടർ വെച്ചിട്ട് വലിയ ഓസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ ഉറങ്ങാതെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇത് ദുബായ് ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. കൃഷിയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എന്തായാലും ബൈ.